കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി. പക്ഷേ ആ പ്രഖ്യാപനം അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടും അത് ഒഴിയുന്നില്ല. ഇങ്ങനെ കറങ്ങുകയാണ്, തൂഫാനെ പോലെ കിടന്ന് കറങ്ങുകയാണ്. വിഷയം വളരെ സിമ്പിളാണ്. എനിക്ക് കേരളത്തിൽ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതേ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്ത് വെച്ച് നരേന്ദ്രമോദിയെ ഹഗ് ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു ഫോട്ടോ വളരെ വൈറലായിട്ടുണ്ട്. ആ ഒരു പ്രതീകാത്മകമായി ഹഗ് ചെയ്യുന്നതാണ്, അല്ല നിന്ന് ഹഗ് ചെയ്യുന്നല്ല, ഇരിക്കുന്ന മോദിയെ പോയി ഒന്ന് ഹഗ് ചെയ്യുന്നു, സിംബോളിക്കലി. എന്നാൽ അങ്ങനെ പോലും പിണറായി വിജയനെ ഹഗ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, പറ്റില്ല എന്നാണ്. കാരണം എൻ്റെ രാഷ്ട്രീയ ശത്രുവാണ് കേരളത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് കെട്ടിപ്പിടിക്കൽ എൻ്റെയും രാഷ്ട്രീയ ശൈലിയല്ല, കെട്ടിപ്പിടിക്കുന്നതിൻ്റെ രീതി എൻ്റെ രീതിയല്ല, ഞാനും കെട്ടിപ്പിടിക്കാറില്ല. ആളുകൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും, വേണമെങ്കിൽ തൊഴും. ഷേക്ക് ഹാൻഡാണ് കൂടുതലും കൊടുക്കുന്നത്, അത്യാവശ്യം തൊഴുകയും ചെയ്യും. നേരിട്ട് കണ്ടാൽ സാധാരണയായി കെട്ടിപ്പിടിക്കാറില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കൈ കൊടുക്കുന്നതോ വണങ്ങുന്നതോ ആണ് തൻ്റെ പതിവ്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം കാണാനിടയായി. ഇത് പിണറായിയുടെ വാക്കുകളാണ്. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് വ്യക്തിപരമായി ഒരു ആക്ഷേപവുമില്ല, എന്നാൽ ഇതും മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ചിത്രീകരണമാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യ വേദിയെ ഇങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്നതിൻ്റെ തെളിവാണിത്, പിണറായി പറഞ്ഞൊപ്പിച്ചു. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ തനിക്കതിന് കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിലാണ് പറഞ്ഞത്. പിണറായിയുമായി സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടം കാരണം കൊണ്ട് എനിക്കെന്തായാലും പിണറായിയെ ആലിംഗനം ചെയ്യാനോ ഹഗ് ചെയ്യാനോ കഴിയില്ല. അത് ഉൾക്കൊള്ളാനുള്ള വഴക്കം ആവശ്യമാണെന്ന് അദ്ദേഹം ഇതിന് മറുപടിയെ പറയുകയായിരുന്നു പിണറായി വിജയൻ. കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ സമീപനങ്ങൾ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയെ, INDA മുന്നണിയെ ദുർബലപ്പെടുത്തുകയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. അത് BJPയെ സഹായിക്കുന്ന നിലയിലേക്കാണ് ചെന്നെത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലെ സഖ്യകക്ഷികളുമായി സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ വീഴ്ചകൾ ഉണ്ടാകാമെന്നതിൻ്റെ ഉദാഹരണമായി പിണറായി വിജയനെക്കുറിച്ച് ഇന്ത്യ സഖ്യ യോഗത്തിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ചു. പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. അതായത് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു തർക്കമാണ്. ഇതൊരു വലിയ വിഷയമാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയാണ്. BJP ഒരു ദേശീയ പാർട്ടിയാണ്, എല്ലാ സ്റ്റേറ്റിലുമുണ്ട്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, എല്ലാ സ്റ്റേറ്റിലുമുണ്ട്. എന്നാൽ പ്രാദേശിക പാർട്ടികൾ പലരും പല സ്റ്റേറ്റുകളിലും കോൺഗ്രസുമായിട്ടാണ് തർക്കം. അവരുടെ പ്രധാന എതിരാളി കോൺഗ്രസ്സാണ്. ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ CPMൻ്റെയും LDFൻ്റെയും പ്രധാന എതിരാളി കോൺഗ്രസും UDF ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDFനും കോൺഗ്രസിനും അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? അവരിവിടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഒന്നിച്ച് രണ്ടായി ഫ്ലൈറ്റിൽ കയറി ഡൽഹി പോയി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. MA ബേബി ആയാലും ഈ ടീമുകളായാലും. അതുപോലെ തന്നെ സ്റ്റാലിനും കോൺഗ്രസുമായിട്ട് ഇപ്പം അജഗജ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് അവിടെ വിജയിയെ സപ്പോർട്ടും കൂടെ ചെയ്തപ്പോൾ വിജയ് മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും കോൺഗ്രസിനുണ്ട്. അപ്പോൾ വലിയ ശത്രുതയിലാണ് കോൺഗ്രസും സ്റ്റാലിനുമായിട്ട്. എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു പോവുക? മമതാ ബാനർജിയും അതുപോലെ തന്നെ കോൺഗ്രസുമായി വലിയ ശത്രുതയിലാണ്. അതുകൊണ്ട് അത് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസുമായി ശത്രുതയിലാണ്, അവിടെ ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. അതുപോലെ മുലായം സിംഗ് യാദവിൻ്റെ അവിടുത്തെ പാർട്ടിയും നിതിൻ കുമാർ ഇവിടെ ബീഹാറിലെ പാർട്ടികളും രാജസ്ഥാനിലെ പാർട്ടികളും, അങ്ങനെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളുമായി ഒത്തുപോകാൻ കഴിയാതിരിക്കുകയും എന്നാൽ ഇവരെല്ലാം ഡൽഹിയിൽ വരുമ്പോൾ ഒന്നിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് വളരെ കൗതുകമുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പോകാൻ കഴിയുന്നില്ല. ഇത് EMSൻ്റെ ഒരു തിയറിയുണ്ട്. പരസ്പരം സഹായിക്കാൻ കഴിയുന്നവരുടെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികൾ തമ്മിൽ സംസ്ഥാനങ്ങളിൽ അടിക്കുകയാണെങ്കിലും പോരടിക്കുമ്പോഴും ദേശീയ തലത്തിൽ ഒരു മിനിമം പരിപാടിയുടെ ഭാഗമായി ഒന്നിച്ചു നിൽക്കുന്നതിൽ തെറ്റില്ല. ഇതെൻ്റെ പ്രയോഗമല്ല, EMSൻ്റെ പ്രയോഗമാണ്. അതായത് സംസ്ഥാന തലങ്ങളിൽ തമ്മിൽ പോരടിക്കുന്ന പാർട്ടികൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് നിൽക്കുന്ന പാർട്ടികൾ ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ, അല്ലാതെ പറ്റത്തില്ല, ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ സഖ്യമായി നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് കോൺഗ്രസിനെതിരെ അന്ന് പറഞ്ഞിരുന്നു. കോൺഗ്രസിനെതിരെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ കോൺഗ്രസും കൂടി അതിൻ്റെ അകത്ത് വന്നപ്പോൾ ഇടതുപക്ഷ മതേതര ജനാധിപത്യ സഖ്യം എന്നുള്ളതിനകത്ത് കോൺഗ്രസ് കൂടെ വന്ന് അവർക്കും കൂടെ നിൽക്കാം, അത് BJPക്കെതിരെ നിൽക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്, അന്ന് EMSൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് കടമെടുത്താൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം കൂടിയുള്ളൊരു മുന്നണി
പറ്റും മിനിമം പരിപാടിയിൽ എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ മുന്നണി, INDA മുന്നണി. ഇത് പക്ഷേ സംസ്ഥാന തലങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ഗുരുതരമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചു, എന്തുകൊണ്ട് പിണറായി വിജയൻ മോദി എന്നൊരു വാക്ക് പറയുന്നില്ല, എന്തുകൊണ്ട് നരേന്ദ്രമോദി പിണറായി വിജയനെയും മകളെയും പിടിച്ചകത്തിടുന്നില്ല, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചു. പിണറായി വിജയൻ മോദിയെ കുറ്റം പറയാത്തതിൽ അല്ലെ തള്ളിപ്പറയാത്തതിലും RSSനെയും മറ്റ് BJP ഒക്കെ തള്ളിപ്പറയുമ്പോഴും മോദിയെ തള്ളിപ്പറയാത്തതിലുള്ള അമർഷം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. തിരിച്ച് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെയും ED പരിശോധിക്കാത്തതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതാണല്ലോ വീണ വിജയൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ബേക്കറിയിലുള്ള വാടക വീട്ടിലേക്ക് ED ചെന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സമാധാനമായി കാണുമല്ലോ, സന്തോഷമായി കാണുമല്ലോ എന്ന് പിണറായി വിജയൻ പറയാനുള്ള സാഹചര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ വേറെ വ്യത്യസ്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്. ഇപ്പോൾ കെട്ടിപ്പിടിക്കലിൻ്റെയും വെള്ളം കുടിക്കലിൻ്റെയും ഒക്കെ രാഷ്ട്രീയമാണ് വരുന്നത്. എന്തായാലും ദേശീയ തലത്തിൽ ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രാദേശിക പാർട്ടികൾ ഒന്നിച്ച് ദേശീയ തലത്തിൽ മിനിമം പരിപാടിയിൽ വരുമ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് പോകുന്നത്. ഈ പ്രതിസന്ധിയാണ് പലപ്പോഴും BJPക്ക് ഗുണകരമാകുന്നത്.